السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا عبادي الذين آمنوا إن أرضي واسعة فإياي فاعبدون. كل نفس ذائقة الموت ثم إلينا ترجعون. والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون وكأي من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا يعقلون وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم أفبالباطل يؤمنون وبنعمة الله يكفرون ومن أظلم ممن افترى على الله كذبا أو كذب بالحق لما جاءه أليس في جهنم مثوى للكافرين والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين صدق الله العظيم. പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ഇനി പറയാൻ പോകുന്ന ആയത്ത് ളുഅഫാ ഉൽ മുസ്ലിമീങ്ങളെ കുറിച്ചിറങ്ങിയതാണ്. അവരുടെ കാര്യത്തിൽ ബലഹീനരായ, നിർദ്ധരരായ, പീഡിതരായ സാധുക്കളായ വിശ്വാസികളെ മക്കയിൽ ഇസ്ലാം വെളിപ്പെടുത്തിയതിൻ്റെ പേരിൽ പീഡിക്കപ്പെട്ടപ്പോൾ അവരോട് ഹിജ്റ പോവാൻ കൽപ്പിച്ചു കൊണ്ടിറങ്ങുന്ന ആയത്താണ്. യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന ആമനു, എങ്ങനത്തെ അടിമകൾ? വിശ്വസിച്ചതായ അടിമകളെ, ഇന്ന അർളി വാസിഅ, എൻ്റെ ഭൂമി പ്രവിശാലമായി കിടക്കുകയാണ്. അതുകൊണ്ട് ഫഇയ്യായ ഫഅബ്ദൂൻ, നിങ്ങൾ എനിക്ക് മാത്രമേ ഇബാദത്ത് എടുക്കാവൂ. ഫി അയ്യി അർളിൻ തയസ്സറത് ഫീഹൽ ഇബാദ, ഏത് ഭൂമിയിലാണോ, ഏത് സ്ഥലത്താണോ തയസ്സറത് ഫീഹ, ആ ഭൂമിയിൽ എളുപ്പമാകുന്നുണ്ട്, അൽ ഇബാദത്ത് എളുപ്പമാകുന്നുണ്ട്. ഏത് നാട്ടിലാണോ നിങ്ങൾക്ക് ഇബാദത്ത് എളുപ്പമാകുന്നതും സാധ്യമാകുന്നതും മുഅ്മിനായി ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ ആ നാട്ടിൽ പോയിട്ട് നിങ്ങൾ ഇബാദത്ത് എടുക്കണം. ഈ മക്കയിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് എന്നെ കൊണ്ടുള്ള വിശ്വാസം നിങ്ങൾ പീഡനത്തിന്റെ പേരിൽ ഒഴിവാക്കരുത്. എൻ്റെ ഭൂമി വിശാലമല്ലേ, ഈ മക്കയിൽ തന്നെ താമസിക്കണോ? മക്കയിൽ ഇബാദത്ത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മക്കയെ വെടിയണം. ഇബാദത്തിന് പറ്റുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോവണം. ബിയൻ തുഹാജിറു ഇലൈഹ, നിങ്ങൾ അള്ളാഹുവിന്റെ ഇബാദത്തിനിക്ക് സാധ്യമായ സ്ഥലത്തേക്ക് ഹിജ്റ പോവണം. എങ്ങോട്ട്? മിൻ അർലിൻ ലം തയസ്സർ ഫിഹ, മിൻ അർലിൻ, ഒരു ഭൂമിയിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന്, ലം തയസ്സർ, ആ ഫിഹ, ആ സ്ഥലത്ത് ഇബാദത്ത് യുസ്റല്ല, എളുപ്പമല്ല. ഇബാദത്ത് എളുപ്പമാവാത്ത, സാധിക്കാത്ത, നടക്കാൻ അനുവദിക്കാത്ത നാടുകളുണ്ടെങ്കിൽ ആ നാടുകളിൽ നിന്നും നടക്കുന്ന നാടുകളിലേക്ക് നിങ്ങൾ ഹിജ്റ പോവണം. നസല ഫി ളുഅഫായി മുസ്ലിമി മക്ക, മക്കയിലെ ബലഹീനരായ മുസ്ലിമീങ്ങളെ ചൊല്ലി ഇറങ്ങിയതാണ്. കാനു, അവരായിരുന്നു ഫി ലീഖിൻ, വളരെ പ്രയാസത്തിലായിരുന്നു, മിൻ ഇൽഹാരിൽ ഇസ്ലാമി ബിഹ, മക്കയിൽ ഇസ്ലാം വെളിപ്പെടുത്തിയതിന്റെ പേരിൽ വളരെ ദുരിതത്തിലും പീഡനത്തിലുമായിരുന്നു. അവരോട് ഹിജ്റ പോകാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടുള്ള ആയത്താണിത്. അങ്ങനെ ഹിജ്റ പോകാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, മദീനയിലേക്കും മറ്റൊക്കെ ഹിജ്റ പോയാൽ ഞങ്ങൾക്ക് മദീനയിൽ ആരാ ഉള്ളത്? അവിടെ വീടുണ്ടോ, സ്വത്തുണ്ടോ, കൂട്ടുകാരുണ്ടോ? അവിടെ പ്രയാസപ്പെടില്ലേ, മരിക്കേണ്ടി വരില്ലേ, പട്ടിണി കിടന്ന് എന്നൊക്കെയുള്ള ആശങ്ക അവർക്കുണ്ടായപ്പോൾ അല്ലാഹു തആല പറയാ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. എല്ലാ നഫ്സും മരിക്കും.
നിങ്ങൾ ഹിജറ പോവാതെ മക്കയിൽ തന്നെ നമ്മുടെ വീടാണല്ലോ നാടാണല്ലോ സ്വത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് മക്കയിൽ നിന്നതുകൊണ്ട് നിങ്ങൾ മരിക്കാതിരിക്കൊന്നുമില്ല. മക്കയിൽ നിന്നാലും നിങ്ങൾ മരിക്കും. മദീനയിലേക്ക് ഹിജറ പോയാലും വേറെ നാടുകളിലേക്ക് ഹിജറ പോയാലും നിങ്ങൾ മരിക്കും. എവിടെയാണെങ്കിലും മരിക്കും. അപ്പം മരിക്കൂല എന്ന് കരുതി പോകാതെ ഇവിടെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈമാൻ നഷ്ടപ്പെടുകയല്ലാതെ. സുമ്മ ഇലൈന തുർജഊൻ, പിന്നെ നിങ്ങളെ നമ്മളിലേക്ക് തന്നെ മടക്കപ്പെടുക തന്നെ ചെയ്യും. ബിത്തായി, നിങ്ങളെ മടക്കപ്പെടും. വൽയാഇ യുർജഊന, അവരെ മടക്കപ്പെടും. ഇങ്ങനെ എല്ലാ നഫ്സിനെയും മടക്കപ്പെടും എന്നർത്ഥം. ബഅദൽ ബഅസി, പുനർജന്മത്തിന് ശേഷം. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഇങ്ങനെ നാടും വീടും കൂട്ടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് ദീനിനു വേണ്ടി ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു നാടിലേക്ക് ഹിജറ പോകുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അതൊന്നും, ആ ദുരിതങ്ങൾക്കൊന്നും അവർ വിഷമിക്കേണ്ടി വരില്ല. അതൊന്നും വെറുതെ ആവില്ല. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഈമാനും അമലും സ്വാലിഹുള്ള ആളുകളാകുന്നത് ലനുബവ്വി അന്നഹും, നിശ്ചയം നമ്മൾ അവർക്കൊരുക്കി വച്ചിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. നുനസ്സിലന്നഹും, നിശ്ചയം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. ഫീ ഖിറാഅത്തിൻ ബിൽ മുസല്ലസത്തി ബഅദ നൂനി, നൂനിന്റെ ശേഷം 3 പുള്ളിയുള്ള സാ കൊണ്ടും ഖിറാഅത്തുണ്ട്. നുബവ്വി അന്ന എന്നിടത്ത് നുസവ്വി അന്ന മിന സവാ, സവാ എന്നുണ്ടായതാണ് ആ ഫീല്. അർത്ഥം ഇഖാമത്ത്, താമസിപ്പിക്കും എന്നർത്ഥം. അപ്പോ നുസവ്വി അന്നഹും, ഈമാനും അമലും സ്വാലിഹും ഉള്ള ആളുകളെ നിശ്ചയം നമ്മൾ അവരെ താമസിപ്പിക്കുക തന്നെ ചെയ്യും. വതഅദിയതുഹു ഇലാ ഉറഫൻ, ശേഷം ഉറഫൻ എന്ന മഫ്ഊൽ വരുന്നുണ്ട്. അതിലേക്ക് ഈ നുസവ്വി അന്ന എന്ന ഫീൽ വിട്ടുകിടക്കുന്നത് ബിഹദ്ഫി ഫീ, ഫീനെ കളയപ്പെട്ടുകൊണ്ടാണ്. അഖാമ യുഖീമു എന്നത് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുക ഫീന്റെ സഹായത്തോടു കൂടെയാണ്. നുസവ്വി അന്നഹും എന്ന ഖിറാഅത്ത് പ്രകാരം ഉറഫൻ എന്ന് വരുന്ന മഫ്ഊലിൽ ഫീ ഇല്ലല്ലോ, ആ ഫീ കളയപ്പെട്ടതാണ്. നുബവ്വിഉ എന്ന ഫീലോ ഉറഫൻ എന്ന മഫ്ഊലിലേക്ക് ജറിന്റെ അർഫില്ലാതെ തന്നെ വിട്ടുകിടക്കുകയും ചെയ്യും. ലനുബവ്വി അന്നഹും, നിശ്ചയം നമ്മൾ അവർക്ക് ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്ന് ഉറഫൻ, ഒരുപാട് കോട്ടകളെ തയ്യാറാക്കിയിട്ടുണ്ട്. ലനുസവ്വി അന്നഹും എന്നാകുമ്പോൾ നമ്മൾ അവരെ താമസിപ്പിക്കും. ഇഖാമത്ത് മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്ന് ഉറഫൻ, അതായത് ഫീ ഉറഫിൻ, ഒരുപാട് കോട്ടകളിൽ നമ്മൾ അവരെ താമസിപ്പിക്കും. എങ്ങനത്തെ കോട്ടകൾ? തജ്രീമിൻ തഹ്തിഹ, ആ കോട്ടകൾക്കടിയിലൂടെ എന്ന് പറഞ്ഞാൽ ആ കോട്ടകളുടെ ഇടയിലൂടെ ഒഴുകി പോകുന്നുണ്ടാവും അൽ അൻഹാറു, വ്യത്യസ്ത ഹാറുകളും നദികളും, അങ്ങനത്തെ സുന്ദരമായ കോട്ടകൾ. ഖാലിദീന ഫിഹ, അവർ തന്നെ ആ കോട്ടകളിൽ ശാശ്വതന്മാരാകണമെന്ന് കണക്കാക്കപ്പെട്ട സ്ഥിതിയിൽ, മുഖദ്ദരീൻ അൽ ഖുലൂദ ഫിഹ, അവർ എന്നെന്നും അവിടെ ശാശ്വതന്മാരാവണമെന്ന് കണക്കാക്കപ്പെട്ട സ്ഥിതിയിൽ അവരതിൽ പ്രവേശിക്കും. നിഅ്മ അജ്റുൽ ആമിലീൻ, ഇങ്ങനെ ഹിജറ കൊണ്ടും ഈമാൻ കൊണ്ടും അമല് കൊണ്ടും പരിശ്രമിച്ച അമല് ചെയ്ത ആളുകളുടെ പ്രതിഫലം വളരെ നല്ല പ്രതിഫലം. അവർക്കുള്ള കൂലി, ആമിലീങ്ങളുടെ കൂലി വളരെ നല്ലത്. ഹാദൽ അജർ, പ്രത്യേകിച്ച് ഈ കൂലി, ഉറഫുകൾ. ആരാണ് ഇങ്ങനെ സ്വർഗത്തിൽ ഖാലിദായിട്ട് പ്രവേശിക്കുന്ന ആളുകൾ? ഹുമുല്ലദീന സ്വബറു, അവര് ക്ഷമിച്ച ആളുകളാണ്. ഐ അല അതൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുടെ എടങ്ങേറാക്കലുകൾ, പ്രയാസപ്പെടുത്തലുകൾ, പീഡനത്തിന്റെ മേൽ സഹിച്ചു. അതുപോലെ തന്നെ വൽ ഹിജറത്തി, ഹിജറയെയും സഹിച്ചു. ഹിജറ പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുമല്ലോ. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയാണ്. അതിന്റെ വിഷമവും പ്രയാസവും എത്രയാണ്? അതൊക്കെ സഹിച്ച ആളുകൾ, അവരാണ് ഈ സ്വർഗാവകാശികൾ. ഈ ഇൽഹാരി ദീനി, ദീനിനെ ലാഹിറാക്കാനും വിജയിപ്പിക്കാനും വേണ്ടി ഹിജറ ചെയ്ത ആളുകൾ, ഹിജറിന്റെ മേൽ വരുന്ന ബുദ്ധിമുട്ടുകളും മുശ്രിക്കീങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ സഹിച്ച ആളുകളാണ് അവർക്കാണ് ഏറ്റവും മുന്തിയ കൂലി. മാത്രമല്ല വഅല റബ്ബിഹിം യതവക്കലൂന, അവർ അവരുടെ റബ്ബിന്റെ മേലിൽ മാത്രം യതവക്കലൂന, തവക്കുലാക്കുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഫയർസുഖുഹും, റബ്ബ് അവർക്ക് റിസ്ക് നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബൂൻ, അവർ നിനക്കാത്ത നിലയിലൂടെ, അവർ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു തആല അവർക്ക് റിസ്ക് നൽകും. അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിക്കുകയാണോ, അള്ളാഹ് റിസ്ക് നൽകും, കാര്യങ്ങൾ ഏറ്റെടുക്കും, എല്ലാം വൃത്തിയായി നടത്തും. അതുപോലെ തന്നെ വീണ്ടും അവരോട് പറയാണ്, ഞങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്കും മറ്റു നാടുകളിലേക്കൊക്കെ ഹിജറ പോകുമ്പോൾ അവിടെ കഴിക്കാൻ ഭക്ഷണം കിട്ടുമോ, നമുക്കവിടെ സ്വത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള ആശങ്കക്ക് മറുപടി വക അയ്യിൻ മിൻ ദാബത്തിൻ, അള്ളാഹു തആല ചോദിക്കുകയാണ്. വക അയ്യിൻ മിൻ ദാബ, അയ്യിൻ എന്നത് കമ്മിന്റെ മാനാക്ക്, കമ്മിൻ ദാബത്തിൻ,
എത്രയെത്ര ജീവികളാണ് ലാ തഹ്മിലു റിസ്ഖഹ, ആ ജീവികളുടെ ഭാവി ജീവിതത്തിനാവശ്യമായ ഭക്ഷണങ്ങൾ ശേഖരിച്ച് കൊണ്ടു നടക്കാറില്ല. ഭക്ഷണമേറ്റി നടക്കാത്ത എത്ര ജീവികളുണ്ട്. ലിളുഫിഹ, ഒന്നുകിൽ ആ ജീവികൾ ബലഹീനമായതുകൊണ്ട്, അതിനെ ചുമന്ന് നടക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ശേഷി ഉണ്ടായിട്ടും അങ്ങനെ ചെയ്യാത്ത ജീവികൾ എത്രയുണ്ട്. പറവകളൊക്കെ, മറ്റ് ജീവികൾ, കന്നുകാലികൾ എല്ലാം അന്നത്തേക്കുള്ള ഭക്ഷണം രാവിലെ പോവുക, കഴിക്കുക, പോരുക. നാളത്തേക്ക് മറ്റന്നാളത്തേക്കുള്ളത് സ്വരൂപിക്കുന്ന സ്വഭാവം പൊതുവെ ജീവികൾക്കില്ല. ചുരുക്കം ഉറുമ്പ് പോലത്തെ ചില ജീവികൾക്ക് മാത്രമല്ലേ അങ്ങനെയുള്ളൂ. അല്ലാഹ് താ ചോദിക്കുന്നത്, എത്ര ജീവികളുണ്ട് അവര് ഭാവിയിലേക്ക് ഭക്ഷണം ചുമന്നു കൊണ്ടുപോകുന്നില്ല, എന്നിട്ടും അവർ ജീവിക്കുന്നില്ലേ? ഓരോ ദിവസവും അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ലേ? ആരാണ് അവരേക്ക് നിയന്ത്രിക്കുന്നത്? ആരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹു യർസുഖുഹ, അല്ലാഹുവാണ് അവർക്ക് റിസ്ക് കൊടുക്കുന്നത്. വഇയ്യാക്കും, നിങ്ങൾക്കും. അതുകൊണ്ട് അയ്യുഹൽ മുഹാജിറൂൻ, മുഹാജിരിങ്ങളെ നിങ്ങൾക്കും റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. വഇല്ലം യകും മഅകും സാദുൻ വലാ നഫഖത്തുൻ, നിങ്ങളുടെ കൂടെ യാത്രക്ക് ആവശ്യമായ സാദ്, അതുപോലെ തന്നെ വലാ നഫഖ, ചെലവുകളും യാത്രക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊന്നും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഈ ജീവികൾക്കൊക്കെ ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന റബ്ബ് നിങ്ങൾക്കും ഭക്ഷണം നൽകും. നിങ്ങൾ ഹിജറ പോവുക. വഹുവ സമീഉ ലി അഖ്വാലിക്കും, അവൻ നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുന്നവനും അൽ അലീമു ബി ലമാഇരിക്കും, നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളൊക്കെ അറിയുന്നവനും നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നവനുമാണ്. ബലഹീനരായ മുഅ്മിനീങ്ങളോട് ഹിജറ പോവാനുള്ള കൽപ്പന കഴിഞ്ഞതിന് ശേഷം മക്ക മുശ്രിക്കീങ്ങളുമായി ബന്ധപ്പെട്ട് നബി തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, വല ഇൻ സഅൽതുഹും, ലാമു ഖസമിൻ, ലാമ് ഖസമിന്റെ ലാമാണെന്ന് പറഞ്ഞാൽ ഖസമിന്റെ ജവാബിൽ കൊടുത്ത ലാമാണ്. അപ്പോൾ അവിടെ ഒരു ഖസമിന്റെ ഫീൽ കളയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹി, അല്ലാഹുവാണ്. ലഇൻ സഅൽതഹും, നബിയെ അങ്ങ് അവരോട് ചോദിക്കുകയാണെങ്കിൽ, ആരോട്? അൽ കുഫാറ, കുഫാറിനോട് ചോദിക്കുകയാണെങ്കിൽ. ചോദിച്ചാൽ സാങ്കല്പികമായൊരു കാര്യമാണ്, ചോദിക്കണം എന്നൊന്നുമല്ല. നബി തങ്ങൾ ചോദിച്ചു എന്നും പറഞ്ഞിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ മറുപടി ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. എന്ത് ചോദിച്ചാൽ? മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികൾ ആര് പടച്ചു? വസഖറ ശംസ വൽ ഖമർ, ഈ സൂര്യചന്ദ്രനെ ആരാണ് നിയന്ത്രിക്കുന്നതും ആരാണ് അതിനൊക്കെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ലയഖൂലുന്ന, നിശ്ചയം അവർ പറയും അല്ലാഹ്, അല്ലാഹ് എന്ന് മറുപടി പറയും. നബി തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ചോദിക്കുകയാണെങ്കിൽ അവരെ അങ്ങനെ മറുപടി പറയും എന്നർത്ഥം. എന്നിട്ടും ഫഅന്നാ യുഫകൂന യുസ്റഫൂന, അവരെ എങ്ങനെ തിരിച്ചുവിടപ്പെടുന്നു അൻ തൗഹീദിഹി, അല്ലാഹുവിനിക്ക് മാത്രം ഇബാദത്തിന് അർഹതയുള്ളൂ എന്ന തൗഹീദ് എന്ന വിശ്വാസത്തെ തൊട്ട് ബഅദ ഇഖ്റാരിഹിം, അവർ സമ്മതിച്ചതിന് ശേഷം ബിദാലിക, അല്ലാഹുവാണ് ഇതെല്ലാം പടച്ച് നിയന്ത്രിക്കുന്നതെന്ന് അവര് തുറന്ന് സമ്മതിക്കേണ്ടി വരികയാണ്. അവരുണ്ടാക്കിയ ബിംബങ്ങളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആകാശം ഭൂമിയും പടച്ചത് ഈ ബിംബമാണ്, ഈ വിഗ്രഹമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് ഗത്യന്തരമില്ലാതെ നിർവാഹമില്ലാതെ അല്ലാഹ് എന്ന് പറയേണ്ടി വരും. അത് സമ്മതിക്കേണ്ടി വരുന്ന അവര് എങ്ങനെയാണ് അള്ളാഹുനിക്ക് ഇബാദത്ത് എടുക്കാതെ അതിനെയും വിട്ട് അവരെ തിരിച്ചുവിടപ്പെടുന്നത്? അല്ലാഹു യബ്സുത്തു റിസ്ഖ, അല്ലാഹു തആലയാണല്ലോ റിസ്ഖിനെ വിശാലമാക്കുന്നവൻ. യുവസ്സിഉഹു, അത് ഉസ്അത്ത് ചെയ്യുന്നവൻ, വിശാലമാക്കുന്നവൻ. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല റിസ്ഖിനെ വിശാലമാക്കി കൊടുക്കും. അത് ഈമാനും കുഫറും വിശ്വാസികളാണോ അവിശ്വാസികളാണോ നോക്കിയിട്ടല്ല. ഈ ദുനിയാവിൽ അല്ലാഹു തആല അങ്ങനെ റിസ്ക് കൊടുക്കുന്നിടത്ത് ഈമാനിനെയും കുഫറിനെയും മാനദണ്ഡമാക്കാറില്ല. വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കൊക്കെ അല്ലാഹു തആല റിസ്കിൽ വിശാലത കൊടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റിസ്കിൽ വിശാലത കൊടുക്കും. മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇംതിഹാനൻ, പരീക്ഷണാടിസ്ഥാനത്തിൽ റിസ്ക് വിശാലമാക്കി കൊടുക്കും. വയഖ്ദിറു അൻ യളീഖു ലഹു, അവൻ ഉദ്ദേശിക്കുന്ന ആ വ്യക്തികൾക്ക് അല്ലാഹു തആല റിസ്കിനെ ലീക്കാക്കും, ചുരുക്കുകയും ചെയ്യും, ഗുഡ്സാക്കും. ബഅദൽ ബസ്തി, വിശാലമാക്കിയതിനു ശേഷം അല്ലാഹു തആല ഇടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. ഇബ്തിലാഹു, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പൊ ചില ആളുകൾക്ക് അല്ലാഹു തആല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നൽകും. അതിന് ശുക്ർ ചെയ്യുന്നുണ്ടോ, സക്കാത്തും സ്വതക്കയും പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ, ഇതൊക്കെ പരീക്ഷിക്കാൻ. ചില ആളുകൾക്ക് അങ്ങനെ വിശാലമായ സ്വത്തുണ്ടായതിനു ശേഷം അവരെ ബിസിനസ്സൊക്കെ തകർത്ത് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തിക്കും. ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ പരീക്ഷിക്കാൻ. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അതൊന്നും ഈമാനും കുഫറും നോക്കിയിട്ടല്ല എന്നർത്ഥം. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാ. വമിൻഹു മഹല്ലുൽ ബസ്തി വത്തളീഖ്, ആ അല്ലാഹു അറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മഹല്ലുൽ ബസ്തി. ആർക്കാണ് ബസ്തായി കൊടുക്കേണ്ടത്? ബസ്താക്കേണ്ട മഹല്ല്, വിശാലമാക്കേണ്ട മഹല്ലും സ്ഥലവും. വത്തളീഖി,
സ്വത്തിനെ ചുരുക്കേണ്ട സ്ഥലവും അള്ളാഹ്ക്കറിയാം. ആർക്ക് ഏറ്റിക്കൊടുക്കണം, ആർക്ക് ചുരുക്കി കൊടുക്കണം എന്നൊക്കെ അള്ളാഹ്ക്കറിയാം. വല ഇൻ ലാമു ഖസമിൻ വല്ലാഹി സഅൽതുഹും നബിയ, അങ്ങ് അവരോട് ചോദിക്കുകയാണ്, മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നവൻ, വെള്ളമിറക്കുന്നവൻ. അങ്ങനെ ഫഅഹ്യാ ബിഹിൽ അർള, ആ വെള്ളം കൊണ്ട് ഭൂമിയെ ജീവിപ്പിക്കുന്നവൻ, സജീവമാക്കുന്നവൻ. മിൻ ബഅദി മൗതിഹാ, വെള്ളം കിട്ടാതെ ആ ഭൂമി ചത്തു കിടന്നതിന് ശേഷം, അഥവാ ഉണങ്ങി സസ്യങ്ങളെല്ലാം കരിഞ്ഞു പോയതിനു ശേഷം, ഭൂമി ചത്തു കിടന്നതിന് ശേഷം ഭൂമിയെ സസ്യലതാദികളെ കൊണ്ട് സജീവമാക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഈ ബിംബമാണ്, ആ ബിംബമാണ് എന്നൊരിക്കലും അവർക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലയഖൂലുന്ന, നിശ്ചയം അവർ പറയേണ്ടി വരും അല്ലാഹ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അതൊക്കെ അവർക്ക് ചിന്തിച്ചൂടെ? ഫകൈഫ യുശ്രികൂന ബിഹി, പിന്നെ എങ്ങനെയാണ് അവര് അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വിശ്വസിക്കുന്നത്, തൗഹീദിനെ തൊട്ട് തെറിച്ചു പോകുന്നത്? ഇതൊക്കെ ചിന്തിച്ചാൽ അവർക്ക് തൗഹീദ് കിട്ടില്ലേ? ഖുൽ ലഹും, നബിയെ അങ്ങ് അവരോട് പറയുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അലാ സുബൂത്തിൽ ഹുജ്ജത്തി അലൈക്കും, അവരുടെ മേലിൽ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ ആരാധിക്കാൻ പറ്റുന്നതല്ല എന്നതിനുള്ള തെളിവ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, തെളിവുകളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന പേരിൽ അൽഹംദുലില്ലാഹ് പറയുക. ബൽ എന്നല്ല, അക്സർഹും ലാ യഅഖിലൂന, അവരിൽ ഭൂരിഭാഗവും ലാ യഅഖിലൂന, ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കൂല. ലാ യഅഖിലൂന, അവർ ചിന്തിക്കുന്നില്ല. തനാഖുലഹും ഫീ ദാലിക്, ഈ വിഷയത്തിലുള്ള വൈരുദ്ധ്യം. ഇതെല്ലാം പടച്ച് പരിപാലിക്കുന്നതും മഴ വർഷിപ്പിക്കുന്നതും സസ്യലതാദികളെ മുളപ്പിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് എന്നെല്ലാവർക്കും ബോധ്യപ്പെടുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന പരമസത്യമാണ്. എന്നിട്ടും ആ റബ്ബിനെ ഒഴിവാക്കുന്നു, ഒന്നിനും കഴിവില്ലാത്ത വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കുന്നു. ഇതിന്റെ പിന്നിലെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ഭൂരിഭാഗം ആളുകൾ അത് ചിന്തിക്കുന്നില്ല. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവെന്ന ജീവിതമല്ല ഇല്ലാ ലഹ്വും വലഇബ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ, ദുനിയാവിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലഹ്വ്, കളിയും, വലഇബുൻ, വിനോദവുമാണ്. അതാണ് ദുനിയാവ്. ദുനിയാവിൽ നിസ്കാരം, നോമ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ദുനിയാവിയായ കാര്യങ്ങളല്ല എന്നർത്ഥം. അമ്മൽ ഖുറബു, അപ്പൊ കുർബത്തുകൾ, അമ്മൽ ഖുറബു, അപ്പൊ കുർബത്തുകളും പുണ്യകാര്യങ്ങളും ഫമിൻ ഉമൂരിൽ ആഖിറ, അതൊക്കെ ആഖിറത്തിന്റെ കാര്യങ്ങളാണ്. ദുനിയാവിന്റെ കാര്യങ്ങളായിട്ടുള്ളത് വിനോദം, കളി, ഇതൊക്കെയാണ്. ലിദുഹൂരി സമ്രത്തിഹാ ഫിഹാ, ദുനിയാവിൽ ചെയ്യുന്ന കുർബത്തുകളൊക്കെ ആഖിറത്തിന്റെ കാര്യമാണെന്ന് പറയാൻ കാരണം ലിദുഹൂരി സമ്രത്തിഹാ, ആ കുർബത്തുകളുടെയും ത്വാഅത്തുകളുടെയും ഫലങ്ങൾ വെളിപ്പെടുക ഫിഹ, ആഖിറത്തിലാണ്. അതുകൊണ്ട് അത് ഉഖ്റവിയായ കാര്യമാക്കി എണ്ണി. വഇന്ന ദാറൽ ആഖിറ, നിശ്ചയം പരലോകമാണ്, ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം, ബിമാനൽ ഹയാത്ത്, അതാണ് യഥാർത്ഥ ജീവിതം. ലൗകാനു യഅലമൂനായി, മക്ക മുശ്രിക്കീങ്ങൾ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ദാലിക, ഈ കാര്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ ആസറു ദുനിയ അലൈഹ, ആഖിറത്തെക്കാളും ദുനിയാവിനെ അവർ ഈസാർ നടത്തൂലായിരുന്നു, സെലക്ട് ചെയ്യൂലായിരുന്നു, തെരഞ്ഞെടുക്കൂലായിരുന്നു. ഈ ദുനിയാവിൽ സുഖിക്കാൻ അവർ തയ്യാറാവൂലായിരുന്നു. ദുനിയാവിലെ പേരും പ്രസിദ്ധിയും അല്ലെങ്കിൽ നേതൃത്വവും മറ്റും നഷ്ടപ്പെടുമോ എന്ന് അവർ ആശങ്കപ്പെടൂലായിരുന്നു. ദുനിയാവിനെ അവർ ഒഴിവാക്കിയിട്ട് ആഖിറത്തിന് വേണ്ടി അവർ ജീവിക്കുമായിരുന്നു, വിശ്വാസികളാകുമായിരുന്നു. ആഖിറമാണ് ജീവിതം, ഇവിടുത്തതല്ല ജീവിതം. ആകെ ഒരു ജീവിതമുള്ളൂ, അതെങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യുക, പരമാവധി എൻജോയ് ചെയ്യുക എന്നുള്ള സിദ്ധാന്തമൊന്നും, ആ തിയറിയൊന്നും വിശ്വാസികൾക്ക് ഭൂഷണമല്ല. ഈ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതല്ല, എൻജോയ്മെന്റിനുള്ള ജീവിതം ആഖിറമാണ്. അതാണ് ജീവിതം. ഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. അതിനു വേണ്ടിയിട്ട് പഥേയമൊരുക്കുക, ഇബാദത്തുകളെ കൊണ്ട് അതിന് തയ്യാറാവുക. വൈദാ റക്കിബു ഫിൽ ഫുൽക്കി, ഇനി വീണ്ടും മക്ക മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന നന്ദിയില്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലാഹു തആല പറയുകയാണ്. വൈദാ റക്കിബു ഫിൽ ഫുൽക്കി, 3-4 ആയത്തുകളുണ്ട്. അത് പറയുമ്പോഴേക്ക് സമയം വൈകിപ്പോവും. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. അപ്പോൾ ഇവിടെ നമ്മളും മനസ്സിലാക്കേണ്ടതാണ്, കുഫാറിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നതെങ്കിലും, വൈനദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, ആഖിറമാണ് യഥാർത്ഥ ജീവിതം. അപ്പോൾ ദുനിയാവിലുള്ള സുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ആഖിറത്തിന് തടസ്സമാവരുത്. ദുനിയാവിലെ സുഖിക്കുമ്പോൾ അത് ആഖിറത്തിലേക്ക് തടസ്സമാവരുത്. സുഖങ്ങൾ ഒഴിവാക്കുക, പരമാവധി സുഖങ്ങളൊക്കെ കുറക്കുക, പ്രയാസങ്ങളൊക്കെ സഹിക്കുക. അതിലൊന്നും ആവലാതിപ്പെടേണ്ടതില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകൾക്കും സാമ്പത്തിക ശേഷി ഉള്ളവരുണ്ട്, പലവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ആയത്തിൽ, അള്ളാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി,
അള്ളാഹു താല അവന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികാഭിവൃദ്ധി നൽകും. വയഖ്ദിറു ലഹു, അവൻ ഉദ്ദേശിക്കുന്ന വേറെ ചില ആളുകൾക്ക് അല്ലെങ്കിൽ ആ ആളുകൾക്ക് തന്നെ ചില സാഹചര്യങ്ങളിൽ അള്ളാഹു താല സാമ്പത്തിക ഞെരുക്കവും നൽകും. അതൊക്കെ അള്ളാഹു താലാന്റെ തീരുമാനമാണ്. അത് മനസ്സിലാക്കുക. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ കിട്ടുന്ന സമയങ്ങൾ എൻജോയ് ചെയ്യാനും കളിക്കാനും ലഹുവും വിനോദവുമായിട്ട് നമ്മൾ തള്ളി നീക്കരുത്. ഇതല്ല ജീവിതം. ഇതാണ് ഈ ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കൂ എന്ന് നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് തരം താഴരുത്. ഇതല്ല ജീവിതമല്ല ഇത് എന്ന് കണക്കാക്കിയിട്ട് ഇത് അധ്വാനിക്കാനുള്ള അവസരങ്ങളാണ്, ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കാനുള്ള അവസരങ്ങളാണ്. ജീവിതം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ, വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ആ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുക, അധ്വാനിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.